അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത് പല രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതെൻ്റെ ഉപ്പച്ചി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കണം. ഈ ബ്രൗൺ അവിലാണ് നല്ലത്. വെള്ള അവിലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുതിർന്ന് പോവും. അപ്പോൾ ഈ അവിലാണ് ഏറ്റവും നല്ലത്. ഇത് തന്നെ എടുക്കാൻ നോക്കുക. ഇത് കിട്ടിയിട്ടില്ലേ മാത്രം വെള്ളം എടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അത് നമ്മൾ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ട് വരും. ആ ഒരു പരുവാവുന്ന നേരം ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി നമുക്കിതൊരു പാളയംകോടൻ പഴമാണ്. ഈ പഴമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അത് നമുക്ക് ഇതിനകത്തോട്ട് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു പഴം മതി. 1 ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. 1 കപ്പ് പാല് നന്നായിട്ട് ഫ്രീസ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കട്ടയാക്കിയത്. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒട്ടും വെള്ളം പോലെ ആവാൻ പാടില്ല, നല്ല തിക്കായിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് സെർവ് ചെയ്യാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അതൊരു 1/2 ഗ്ലാസോളം ഇട്ട് കൊടുക്കണം. ചില ആൾക്കാർ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചേർത്തു. കാരണം പല രീതിയിലും പലരും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൂടുതലായിട്ട് ഇത് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് വറുത്തെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കട്ടിയുള്ള ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മേലെ വാനില ഐസ്ക്രീം ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇപ്പം ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കശുവണ്ടി, അതുപോലെ തന്നെ കടല, കുറച്ച് അവിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലേവറും അതുപോലെ തന്നെ ഡെക്കറേഷൻസും ഒക്കെ മാറ്റം വരുത്താം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഇഫ്താറിന് ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ ഉണ്ട്. അത് മാത്രം ക്ലിക്ക് ചെയ്താൽ പോരെ. അവിടെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.